വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിൽ നിന്ന് മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന മുല്ലപ്പെരിയാറിലൂടെ ബോട്ട് യാത്ര. തേക്കടി വനത്തിലെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാം. വനത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന മൃഗങ്ങളെ കാണാം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം തുടരുന്ന, ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ റിസർവോയറിലൂടെയാണ് ഈ യാത്ര. 45 മിനിറ്റ് സഞ്ചാരത്തിനിടയിൽ വിവാദമായ അണക്കെട്ടിന്റെ സ്പിൽവേ ദൃശ്യമായി തുടങ്ങും. അണക്കെട്ടിൽ നിന്ന് വേറിട്ടുള്ള സ്പിൽവേ മുല്ലപ്പെരിയാറിന്റെ പ്രത്യേകതയാണ്. നിശ്ചിത അളവിൽ വെള്ളമെത്തിയാൽ ഒഴുകിപ്പോകുന്നത് സ്പിൽവേ വഴിയാണ്. സ്പിൽവേക്ക് 13 ഷട്ടറുകൾ. ഇപ്പോഴത്തെ നിലയിൽ ജലനിരപ്പ് 136 അടി കടന്നാൽ ഈ സ്പിൽവേ വഴി വെള്ളം പെരിയാറിലേക്കും അതുവഴി ഇടുക്കി ഡാമിലേക്കും ഒഴുകും. അല്പം കൂടി മുന്നോട്ട് പോയാൽ പ്രധാന അണക്കെട്ട് ദൃശ്യമാകും. 111 വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് ഒരത്ഭുതമായി നിലകൊള്ളുന്നു. 1886 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച കരാർ ഒപ്പിടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസ് പ്രൊവിൻസും തമ്മിലായിരുന്നു കരാർ. മദ്രാസ് പ്രൊവിൻസിലെ 2 ജില്ലകൾക്ക് കുടിക്കാനും കൃഷിക്കും ആവശ്യമായ വെള്ളം മുല്ലപ്പെരിയാറിൽ സംഭരിച്ചു നൽകാം എന്നായിരുന്നു കരാർ. മധുര, രാമനാഥപുരം എന്നിവയായിരുന്നു ആ ജില്ലകൾ. 8000 ഏക്കറിലാണ് വെള്ളം സംഭരിക്കുന്നത്. ഏക്കറിന് 5 രൂപയായിരുന്നു അന്നത്തെ പാട്ടം. അണക്കെട്ടിൽ ഇറങ്ങി കവാടം കടന്ന് മുന്നോട്ട് നടന്നാൽ ബേബി ഡാമിലേക്കുള്ള പടികളായി. പ്രധാന അണക്കെട്ടിൽ ഇറങ്ങാതെ ബോട്ടിലൂടെ സഞ്ചരിച്ചാലും ബേബി ഡാമിന്റെ മുന്നിലെത്താം. ക്യാപ്റ്റൻ ജോൺ പെന്നികുക്ക് എന്ന സമർത്ഥനായ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് അതിസാഹസികമായി ഡാം പണിതത്. ചുണ്ണാമ്പ്, ശർക്കര, മണൽ, മുട്ടയുടെ വെള്ളക്കരു എന്നിവ ചേർത്ത സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ചായിരുന്നു പണി. പ്രധാന ഡാമിനൊപ്പം ബേബി ഡാമും സ്പിൽവേയും പണിതു. നന്നായി പണി കഴിപ്പിച്ച ഒരു അണക്കെട്ടിന്റെ ആയുസ് പരമാവധി 60 വർഷമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 2 ആയുസ് തികയാറായി. തുടക്കത്തിൽ കനാൽ വെട്ടിയാണ് വെള്ളം തമിഴ്നാട് കൊണ്ടുപോയിരുന്നത്. 152 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ തക്കവണ്ണം സുരക്ഷിതമായിരുന്നു അണക്കെട്ടപ്പോൾ. 1886 കരാറിൽ ഭേദഗതി വന്നത് 1970 പാട്ടത്തുക 5 രൂപയിൽ നിന്ന് 30 ആക്കി. പുതിയ കരാർ അനുസരിച്ച് കേരളത്തിന് കിട്ടിയ ഏക ഗുണം മുല്ലപ്പെരിയാറിൽ നിന്ന് മീൻ പിടിക്കാൻ കിട്ടിയ അവകാശമായിരുന്നു. പുതിയ കരാർ വരുന്നതിന് മുൻപ് തന്നെ ആദ്യ കരാർ ലംഘിച്ച് തമിഴ്നാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മുല്ലപ്പെരിയാറിലെ വെള്ളം എടുത്തു തുടങ്ങിയിരുന്നു. 1970 കരാറോടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തമിഴ്നാടിന് അവകാശം എഴുതി കിട്ടി. കേരളത്തിലെ ഭരണാധികാരികൾ ഇതറിഞ്ഞിരുന്നില്ല എന്ന് കരുതാനാവില്ല. 1979 അണക്കെട്ടിൽ ആദ്യമായി ചോർച്ച കണ്ടതും ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് തുടക്കമായതും. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാക്കി കുറയ്ക്കാൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഒപ്പം 5 തരം ബലപ്പെടുത്തലുകൾ നടത്തണമെന്നും ഉത്തരവ് വന്നു. 18 കോടി രൂപ ചെലവഴിച്ച് ബലപ്പെടുത്തലുകൾ ചെയ്തതായി അവകാശപ്പെട്ട തമിഴ്നാട് ജലനിരപ്പ് 152 അടിയാക്കണമെന്ന് ഇതോടെ ശക്തിയായി ആവശ്യപ്പെട്ടു തുടങ്ങി. ഏതുതരം ബലപ്പെടുത്തലാണ് നടത്തിയതെന്ന് നിരീക്ഷിക്കാനും വിലയിരുത്തുവാനും തമിഴ്നാട് കേരളത്തെ അനുവദിച്ചില്ല. 90കളുടെ അവസാനമായപ്പോഴേക്കും തർക്കം രൂക്ഷമായി. സ്പിൽവേക്ക് മുന്നിൽ കല്ലും മണ്ണുമിട്ട് ജലനിരപ്പ് കൂട്ടാൻ തമിഴ്നാട് ശ്രമം നടത്തി. സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ തമിഴ്നാടിന് അനുകൂലമായി ഉത്തരവ്. 142 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് തമിഴ്നാടിന് കഴിയും. ഇത്രയും വെള്ളം സംഭരിക്കുന്നത് അപകടമാണെന്ന കേരളത്തിന്റെ വാദം ഉന്നത നീതിപീഠവും തള്ളി. കൂടിയാലോചനകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നു കേരളത്തിന്റെ ഭരണകൂടം. ജലനിരപ്പ് 136 അടിയിൽ കൂടാൻ അനുവദിക്കില്ലെന്ന് കേരളം ആവർത്തിച്ചു പറയുമ്പോഴും ഇത്തവണയും ജലനിരപ്പ് 139 അടിയോളം എത്തി. പതിവ് പോലെ മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തി. പക്ഷേ പരിഹാര നിർദ്ദേശങ്ങൾ ഒരു നേതാവിൽ നിന്നും കേൾക്കാനായില്ല. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള തമിഴ്നാടിന്റെ ജലചൂഷണവും ജലനിരപ്പ് ഉയരുന്നതിൽ കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങൾ ആശങ്കയിൽ കഴിയുന്നതും കേരള ജനതയ്ക്ക് മുന്നിൽ ആദ്യം കൊണ്ടുവന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മുല്ലപ്പെരിയാറിലെ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞയാൾ പക്ഷേ ഇപ്പോൾ ഒരു നിർദ്ദേശം പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ കുഴങ്ങുന്നു. ഇതിന് കേരളത്തിൻ്റെ അധികൃതർ
ഭരണക്കാർ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാനോ ഇതിൻ്റെ നേരെ അടിയന്തര നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ തുനിയാതിരുന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനമാണ്. അതെല്ലാം എൻ്റെ സ്നേഹിതൻ തൂക്കിനകത്ത് കയറിയിട്ടുള്ള വെടിയാണ്. കൂടിയാലോചനയുടെ ടേബിളിലേക്ക് നാം 29-ാം തീയതിയിലേക്ക് നീങ്ങുന്നു, ഉറ്റുനോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം. അതല്ല, ഈ കരാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആർബിട്രേഷൻ വിടണമെന്നാണ് ഈ ഒറിജിനൽ കരാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ കരാർ വായിച്ച ആളാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആർബിട്രേഷൻ വിടണമെന്നാണ്. അപ്പോൾ ഈ കരാറിന് ഘടകവിരുദ്ധമായിട്ടാണ് തമിഴ്നാട് ആദ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് സർസിപി, തമിഴ്നാടുകാരനായ സർസിപി ആണ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നതും വളരെ ശക്തമായി വാദിച്ചതും. ഈ കരാറിലെ ആർബിട്രേഷൻ ക്ലോസ് എടുത്ത് നമ്മൾ കേസ് വിജയിക്കുകയുണ്ടായി. അപ്പം ഈ കേസിലകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർബിട്രേഷൻ വിടണം. അടുത്തിടെ ഉണ്ടായ ഭൂചലനം അണക്കെട്ടിലെ ചോർച്ച കൂട്ടാനിടയാക്കിയെന്ന് വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞു. എങ്കിലും അണക്കെട്ടിന്റെ ബലക്ഷയം എത്രമാത്രം എന്ന് പരിശോധിക്കാൻ കേരളത്തിന് അവകാശമില്ല. അണക്കെട്ടിലെ ഗ്യാലറിയിലെ സീപ്പേജ് വാട്ടറിന്റെ അളവ് എത്ര എന്ന് കണക്കാക്കാൻ കേരളത്തെ തമിഴ്നാട് അനുവദിക്കുന്നില്ല. തമിഴ്നാട് നൽകുന്ന കണക്കുകൾ കൃത്യമാണെന്ന് പറയാനുമാവില്ല. ബലക്ഷയം എത്രയെന്ന് മനസ്സിലാക്കാൻ സീപ്പേജ് വാട്ടറിന്റെ അളവ് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ 1.5 മാസം മുമ്പ്, ഏകദേശം ഒരു 1.5 മാസം മുമ്പ് KPCCയുടെ ഒരു സബ് കമ്മിറ്റി മുല്ലപ്പെരിയാർ സന്ദർശിച്ചിരുന്നു. അന്ന് സീപ്പേജ് വാട്ടറിൻ്റെ അളവ് 34.6 എന്നാണ് അന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ട തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സീപ്പേജിൻ്റെ അളവ് 60-ന് മുകളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇരട്ടിയുടെ അടുത്തായിട്ട് സീപ്പേജ് വാട്ടറിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. അന്നുള്ളതിനേക്കാൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, 45 അടി ഗാലറിക്കും 10 അടി ഗാലറിക്കും ഇടയിൽ 3 ചോർച്ചകൾ, ചെറിയ തോതിലാണെങ്കിലും 3 ചോർച്ചകൾ, വെള്ളം ചെറിയ തോതിൽ ഒഴുകി വരുന്ന, കൈവച്ചാൽ പതുക്കെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും, കൈ വിടുമ്പോൾ കൂടുതൽ ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. മറ്റൊന്ന് 45 അടിക്കും 10 അടിക്കും ഇടയുള്ള ഗാലറികൾക്കിടയിൽ 3 ചോർച്ച കാണുമ്പോൾ ഡാമിൻ്റെ ഇടതുവശത്തായി 10 അടിക്കും പിന്നത്തെ 45 അടിയുടെ ഗേറ്റിനും ഇടയിലായി നേരത്തെ കാണാതിരുന്ന 3-4 ചെറിയ ചോർച്ചകളും കാണുന്നു. ഏകദേശം ഒരു മാസം മുമ്പ് വന്നപ്പോൾ കാണുന്നതിനേക്കാൾ 6-7 ചോർച്ചകൾ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. ഇത് സീപ്പേജ് വാട്ടറല്ല. സീപ്പേജ് വാട്ടർ എന്ന് പറയുന്നത് ഏതൊരു ഡാമിലും അനുവദനീയമായി പുറത്തുവിടുന്ന, ഡാമിൻ്റെ പ്രഷറും കാര്യങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അനുവദനീയമായി പുറത്തുവിടാൻ കഴിയുന്നതാണ് സീപ്പേജ് വാട്ടർ. എന്നാൽ ചോർച്ച എന്നുള്ളത് ഡാമിൻ്റെ പുറത്തുനിന്ന് വരുന്നത്, അത് ഡാമിൻ്റെ സുരക്ഷിതത്വത്തെ വളരെയേറെ ബാധിക്കുന്ന ഒന്നാണ്. ഡാമിൻ്റെ പൂർണ്ണമായ അഡ്മിനിസ്ട്രേഷനും മെഷർമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായതുകൊണ്ട് അവർ നൽകുന്ന റിപ്പോർട്ടിനെയാണ് കേരളം പലപ്പോഴും ആശ്രയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ റിപ്പോർട്ട് തന്നെ സാധൂകരിക്കുന്നത് ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് സീപ്പേജ് വാട്ടറിൻ്റെ മെഷർമെൻറ്റ് കൂടുന്നു എന്നുള്ളത് തമിഴ്നാട് അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജലനിരപ്പ് 136-ൽ നിന്ന് 142 അടിയായി ഉയരുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും 142 അടിയായി ഉയരുമ്പോൾ സ്വാഭാവികമായും സീപ്പേജ് വാട്ടർ ഗണ്യമായ തോതിൽ വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ സീപ്പേജ് വാട്ടർ ഒഴുകിയെത്തുന്ന ഹോള് അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം ഗണ്യമായ നിലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡാം അൺസേഫാണ് എന്ന കേരളത്തിൻ്റെ വാദം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് സീപ്പേജ് വാട്ടറിൻ്റെ മെഷർമെൻറ്റ് കൂടാൻ പ്രധാനപ്പെട്ട കാരണം. മുല്ലപ്പെരിയാറിലെ വെള്ളം തേക്കടിയിലെ ഷട്ടർ വഴി നിയന്ത്രിച്ച് 4 കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഈ വെള്ളം പവർ ഹൗസിലെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനു പുറമെ ഇറച്ചിപ്പാലത്തിലൂടെ കുത്തിയൊലിച്ചും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകും. ഇതുവരെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലും വെള്ളം എത്തിക്കുന്നു തമിഴ്നാട്. സമൃദ്ധമായി കൃഷി ചെയ്യുന്നു. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നില്ല എന്ന് കേരളം പറഞ്ഞിട്ടില്ല. എന്നിട്ടും അത്തരം പ്രചാരണങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നു. அதில் பிரச்சனையே 1.5 டிஎம்சி தண்ணி தான். 136லேருந்து 142 அடியில் உயர்த்தும் போது மொத்தமே இதுதான்.
அதுக்கு மேலே ஒன்றும் அது தண்ணி இல்லை. அந்த தண்ணி கடலில் வீணாக போகுது. நீங்கள் நினச்சி பாருங்கள், ஒரு பொருளாதாரம்னு பார்க்கும் பொழுது ஒன்று கொடுத்து தான் ஒன்று வாங்க முடியாது. அந்த காலத்தில் பண்டமாற்று முறைன்ற மாதிரி நீங்கள் தண்ணி கொடுங்க, நாங்கள் இறைச்சி கொடுக்குறோம், அரிசி கொடுக்குறோம். இப்போ உங்களுக்கு தெரியும், அரிசி இப்போ மட்டும் இல்லை, இந்த பிரச்சனை இல்லை, அதுக்கு முன்னால் எங்கேருந்து அரிசி கேரள மக்களுக்கு போச்சு. அப்போ அது வந்து போகக்கூடாதுன்னு எதனா சொன்னோமா? சில நேரத்தில் அரசு கொடுக்கும்போது முடியாதுன்னு சொன்னோம் கூட, தமிழக அரசு இங்கே அரிசி பற்றாக்குறை சொல்லும்போது கூட மக்கள் കൊടുத்தாங்க, എല്ലാമേ കൊടുத்தாங்க. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. അവിടെ നിന്ന് 17 കിലോമീറ്റർ താഴേക്ക് ഒഴുകി ഇത് 2500 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. അവിടുന്ന് 17 കിലോമീറ്റർ താഴേക്ക് ഒഴുകി ഏതാണ്ട് 800 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്ത് എത്തുമ്പോഴാണ് മുല്ലയാർ വന്ന് ചേരുന്നു. അങ്ങനെ മുല്ലയാറും പെരിയാറും കൂടെ ചേർന്ന് മുല്ലപ്പെരിയാറാവുന്നു. വീണ്ടും ഒരു 11 കിലോമീറ്റർ കൂടെ താഴേക്ക് ഒഴുകി ഇന്ന് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നു. ഇതിൻ്റെ ഡ്രെയിനേജ് ബേസിൻ ഏരിയ അല്ലെങ്കിൽ നീർത്തട പ്രദേശം എടുത്ത് പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഒരു വളരെ ചെറിയ നേരിയ തോതിലുള്ള 2 ചെറിയ അരുവികളുടെ കഷ്ണം ഈ നീർച്ചാലിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് വെച്ചിട്ട് ഒരു അന്തർ സംസ്ഥാന നദിയാണ്, അതായത് 99.99% ജലവും കേരളത്തിൻ്റെ മാത്രമാകുമ്പോൾ ഒരു ചെറിയ ഒരു അരുവിയുടെ പേര് പറഞ്ഞത് അന്തർ സംസ്ഥാന നദിയാണ്. കേരളത്തിലെ നദികളെക്കുറിച്ച്, നദീതടങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതേണ്ടി വരും. അപ്പോൾ ഇതൊരു അന്തർ സംസ്ഥാന നദിയാണെന്ന് വാദിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇത് അന്തർ സംസ്ഥാന നദീജല തർക്കമാക്കി മാറ്റാനാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ ജലത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ വാദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ജലം, വായു, മണ്ണ് ഇത് 3 സംസ്ഥാനത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്.